നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാൾ നിങ്ങളെ അവഗണിക്കുന്നുണ്ടോ? അത്തരത്തിൽ അവഗണിക്കുന്ന ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർ കാണിക്കുന്ന ചില അടയാളങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അത്തരത്തിൽ എന്തെങ്കിലും ഒരു ആശയക്കുഴപ്പമോ അല്ലെങ്കിൽ ഒരു ഉറപ്പില്ലായ്മയോ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അവർ നിങ്ങളിൽ നിന്ന് അകന്നിരിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഒന്നിലും അവർ പ്രതികരിക്കാത്തതായിട്ടോ ഇത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അതുമല്ലെങ്കിൽ ഇമോഷണലായിട്ട് അവർക്ക് നിങ്ങളോടൊരു അറ്റാച്ച്മെന്റ് ഇല്ല അല്ലെങ്കിൽ അത് കുറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ അവരോട് അടുക്കും തോറും അവർ നിങ്ങളിൽ നിന്ന് അകലുന്നതായിട്ടും സ്നേഹം പ്രകടിപ്പിക്കാൻ മടിക്കുന്നതായും നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ? ചിലർ തുറന്നുള്ള സംസാരങ്ങൾ ഒഴിവാക്കും. ഇത്തരം സാഹചര്യങ്ങൾ വഴി സ്വാഭാവികമായും അവർ ശരിക്കും തങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന ഒരു ചിന്ത നിങ്ങളുടെ ഉള്ളിൽ ഉടലെടുത്തേക്കാം. അങ്ങനെ ഒരു ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഇത്തരത്തിൽ നിങ്ങളെ അവഗണിക്കുന്ന ആളുകൾ അവർ ശരിക്കും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർ കാണിക്കുന്ന കുറച്ച് അടയാളങ്ങളുണ്ട്. അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. ഇതുവഴി അവരുടെ സ്നേഹം കൂടുതൽ ആഴത്തിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഇതിന്റെ അവസാന പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ വീഡിയോയുടെ അവസാനം വരെ കാണാനായിട്ട് ശ്രമിക്കുക. ഒരാളെ അവഗണിക്കുന്ന ഒരു പാർട്ട്ണർ ആണെങ്കിൽ അവരുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇതിനു മുൻപ് നമുക്ക് മറ്റൊരു കാര്യം നോക്കാം. ശരിക്കും നിങ്ങൾ അവഗണിക്കപ്പെടുകയാണോ? നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ അവഗണിക്കുന്ന ഒരാളാണോ? അങ്ങനെയാണെങ്കിൽ അതിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരിക്കും? സ്വന്തം പാർട്ട്ണറെ അവഗണിക്കുന്ന ഒരു വ്യക്തി അവരുടെ അറ്റാച്ച്മെന്റ് ശൈലി തന്നെ ഒരു പ്രത്യേക തരത്തിലുള്ളതായിരിക്കും. അവർ ഒരിക്കലും പൂർണ്ണമായിട്ടും കമ്മിറ്റഡ് ആണെന്ന് കാണിക്കുകയേയില്ല. ഇമോഷണൽ അറ്റാച്ച്മെന്റ് അവർക്ക് വളരെ ഒരു പേടിയുള്ള കാര്യമായിരിക്കും. നിങ്ങളുടെ ബന്ധത്തെക്കാളും വ്യക്തിഗത ആവശ്യങ്ങൾക്കായിരിക്കും അവർ മുൻഗണന നൽകുന്നത്. നമ്മളെ അവഗണിക്കുന്ന വ്യക്തികളിൽ ഇത്തരത്തിലൊരു പ്രവണത കൂടുതലായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരത്തിലൊരു വ്യക്തിയെ ഒഴിവാക്കുന്ന ആൾക്ക് അവരുടെ വികാരങ്ങൾ പ്രകടിപ്പിക്കാനായിട്ട് പ്രയാസമായിരിക്കും. അതവർ ഹൈഡ് ചെയ്യാനുള്ള സാധ്യതയാണ് കൂടുതൽ. അതുകൊണ്ട് തന്നെ ഇത് അവരുടെ പാർട്ട്ണറുമായിട്ടുള്ള തെറ്റിദ്ധാരണകൾക്കും സംഘർഷങ്ങൾക്കും എല്ലാം കാരണമാകും. ഒരു ബന്ധത്തിൽ അവഗണിച്ചു പോകുന്നവരുടെ പ്രധാന ലക്ഷണമായിട്ട് നോക്കുകയാണെങ്കിൽ വൈകാരികമായിട്ടുള്ള അകലം അത് അവർ പാലിക്കുന്നുണ്ടാവും എന്നതാണ്. ഇത്തരത്തിൽ വൈകാരികമായിട്ടൊരു അകലം കൊണ്ടുവരുന്നതിലൂടെ ഇമോഷണലായിട്ടുള്ള അടുപ്പം ഇല്ലാതെ നിൽക്കുന്നത് വഴി അവർ സ്വയം സംരക്ഷിക്കാൻ ശ്രമിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെ അവർ ശാരീരികമായിട്ടുള്ള അടുപ്പം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കും. അതുപോലെ പാർട്ട്ണർ ഒരു സങ്കടത്തിലാണെങ്കിലും എത്ര വലിയൊരു കഷ്ടതയിലാണെങ്കിലും അവർക്ക് യാതൊരുവിധ ഇമോഷണൽ സപ്പോർട്ടും നൽകാതെ അവരെ മാക്സിമം അവോയ്ഡ് ചെയ്ത് മാറി നിൽക്കാനായിട്ട് ഇത്തരക്കാർ ശ്രമിക്കും. ഇനി അഥവാ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അതൊന്നും ഫേസ് ചെയ്യാതെ മാക്സിമം പാർട്ട്ണറെ അവോയ്ഡ് ചെയ്ത് മാറി നിൽക്കാനായിരിക്കും ഇവർ നോക്കുന്നത്. ഇതെല്ലാം അവഗണിക്കുന്ന ഒരു പാർട്ട്ണറിന്റെ ലക്ഷണങ്ങളാണ്. ഇത്തരത്തിലെല്ലാം ഒരു വ്യക്തി നിങ്ങളെ അവോയ്ഡ് ചെയ്യുകയാണെങ്കിലും പക്ഷെ പലപ്പോഴും ഇതൊന്നും സ്നേഹം നിരസിക്കുന്നതല്ല. മറിച്ച് അവർ ദുർബലരായതുകൊണ്ട് അവരുടെ ഉള്ളിലുണ്ടാകുന്ന ഭയത്തിൽ നിന്നും ഉണ്ടാകുന്ന ഒരു പ്രതിരോധമാണ് ഈ അവഗണന എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ശരിക്കും നിങ്ങളുടെ പാർട്ട്ണറിന് ഇങ്ങനെ നിങ്ങളെ ഒഴിവാക്കാൻ അവഗണിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടെങ്കിലും ഇങ്ങനെ അവോയ്ഡ് ചെയ്യുന്ന ആൾക്കും വളരെയധികം സ്നേഹവും ഡീപ്പായിട്ടുള്ള ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റും എല്ലാം ഉണ്ടാകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. ക്ഷമയോടെ ഇതൊന്ന് ഫേസ് ചെയ്ത് അവരെ മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ച് അവർക്ക് വേണ്ട ഒരു പിന്തുണ നൽകി കൂടെ നിൽക്കുന്നത് വഴി നിങ്ങളെ ഇത്തരത്തിൽ അവോയ്ഡ് ചെയ്യുന്ന ആ വ്യക്തിക്ക് നിങ്ങളുടെ ബന്ധത്തിന്റെ സുരക്ഷിതത്വവും മൂല്യവും മനസ്സിലാക്കി കൊടുക്കുവാൻ നിങ്ങൾക്ക് ആ വ്യക്തിയെ സഹായിക്കാനാവും. ഇനി അടുത്തത് നമ്മൾ നോക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്ന ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ അവർ നിങ്ങളെ ഭയപ്പെടുന്നുമുണ്ട്. അതിന്റെ സയൻസ് ആണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. അത്തരത്തിലൊരു വ്യക്തി നിങ്ങളെ സ്നേഹിക്കുകയും അതോടൊപ്പം ഭയപ്പെടുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവർ കാണിക്കുന്ന കുറച്ച് ലക്ഷണങ്ങൾ. അതിൽ ഫസ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊരുത്തമില്ലാത്ത ഒരു ആശയവിനിമയം അതായിരിക്കും അവർ കൊണ്ടു നടക്കുന്നത്. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ അവർ ചിലപ്പോൾ ഡെയിലി നിങ്ങൾക്ക് മെസ്സേജ് അയക്കുകയും നിങ്ങളോട് സംസാരിക്കുകയും ഒരടുപ്പം ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷെ പെട്ടെന്ന് തന്നെ അവരതിൽ നിന്നും ഒരു അകലം പാലിക്കുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പെട്ടെന്ന് നിങ്ങളെ അവഗണിക്കുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്ന രീതിയിൽ അവർ മാറി നിൽക്കുക തന്നെ ചെയ്യും. ഇനി ഇത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചോദിച്ചാൽ പോലും അവർ ചിലപ്പോൾ പ്രതികരിക്കാതെയും ഇരിക്കും. ഇത്തരത്തിൽ പെട്ടെന്ന് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ഏറ്റക്കുറച്ചിൽ ഉണ്ടാകുന്നതിന്റെ മെയിൻ കാരണം അവർ ഒരുപാട് അടുക്കാനായിട്ട് ഭയപ്പെടുന്നു എന്നുള്ളതാണ്. എങ്കിലും അവർ ഇത്തരത്തിൽ നിങ്ങളോട് ഒരു അടുപ്പം കാണിച്ചതിന് കാരണവും അവർ നിങ്ങളുമായിട്ടൊരു ബന്ധം നിലനിർത്താൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നതുമാണ്. ഇനി ഇത്തരത്തിൽ അവർ കാണിക്കുന്ന മറ്റൊരു സൈൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മടിയോടെയുള്ള പ്രവൃത്തികൾ. അതായത് ഇപ്പം നിങ്ങൾ അവരോട് എന്തെങ്കിലും ഒരു സഹായം ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരത് ചെയ്തു തരും.
അതുപോലെ തന്നെ നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരും, എല്ലാം ചെയ്യും. പക്ഷേ അപ്പോഴൊന്നും അവർക്ക് നിങ്ങളെ ഇഷ്ടമാണെന്നോ അല്ലെങ്കിൽ നിങ്ങളോട് അത്രമേലുള്ളൊരു സ്നേഹം ഉണ്ടെന്നോ ഒന്നും അവർ പ്രകടിപ്പിക്കുകയില്ല. അവരുടെ വികാരങ്ങളെല്ലാം അവർ കൺട്രോൾ ചെയ്യും. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് ഒരു സ്നേഹവാക്കുകളും ഒന്നും പറയുകയില്ല. കാരണം അവർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഒരു ഭയമുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച്, അല്ലെങ്കിൽ അത്തരത്തിൽ ഒരുപാട് അടുക്കാനായിട്ട് അവർ ഭയപ്പെടുന്നു എന്നതാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇനി ഇത്തരത്തിൽ ഭയപ്പെടുന്നവർ കാണിക്കുന്ന മറ്റൊരു സൈനാണ് പരിമിതമായ സമയം. ശരിക്കും ഇത്തരത്തിലുള്ള ആളുകൾ നിങ്ങളുടെ കൂടെ സമയം ചെലവഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിലും അവർ അതിനു വേണ്ടിയിട്ട് ചൂസ് ചെയ്യുന്ന ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകളുള്ള സമയം, അല്ലെങ്കിൽ നിങ്ങളൊരു ഓഫീസ് ടൈമിലായിരിക്കുന്ന സമയം, നിങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്നതാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു സമയമായിരിക്കും അവർ കൂടുതലും നിങ്ങളെ ചുറ്റി ആളുകളുള്ള ആ ഒരു സമയം അവർ ചൂസ് ചെയ്യും. കാരണം അവരുടെ ആ വികാരങ്ങളൊന്നും തുറന്നു കാണിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നില്ല. അതുപോലെ തന്നെ ഒരുപാട് അടുക്കാനും അവർ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ അത്തരത്തിലുള്ളൊരു സമയവും സാഹചര്യവും എല്ലാം ചൂസ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങളെ അവർ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളുടെ കൂടെ ഇരിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുമുണ്ട്. ഇനി അടുത്ത സൈനാണ് അവരുടെ ദുർബലത. അതവർ വ്യക്തമാക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിനുശേഷം പെട്ടെന്നൊരു അവഗണന അതുണ്ടാവാനുള്ള സാധ്യതയുമുണ്ട്. അതെങ്ങനെയാണെന്ന് നോക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം അവർ നിങ്ങളോട് ഒരുപാട് ഡീപ്പായിട്ട് സംസാരിക്കുകയും അവരെക്കുറിച്ചും അവരുടെ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ അവരുടെ പാസ്റ്റിൽ നടന്ന എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെല്ലാം നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനും പറയാനുമുള്ള എല്ലാ സാധ്യതകളുണ്ട്. പക്ഷേ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത ദിവസം തൊട്ട് അവർ ഒരു രീതിയിലും പരിചയമുള്ള ഒരാളെ പോലെ ആയിരിക്കില്ല ബിഹേവ് ചെയ്യുന്നത്. പെട്ടെന്ന് തന്നെ അവർ അതിൽ നിന്നും മാറി, ഒന്നും അറിയില്ല അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ലാത്ത ഒരാളെ പോലെ മാറി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിൻ്റെ കാരണം അവർക്ക് അറിയാതെ സംഭവിച്ച, അവർ കൺട്രോൾ ചെയ്ത് വെച്ചിരുന്ന ഒരു കാര്യം പെട്ടെന്ന് കൈവിട്ടു പോയത് കൊണ്ട് സംഭവിച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവരതിൽ ഭയപ്പെടുന്നുണ്ട്. ഞാൻ ഒരുപാട് സംസാരിച്ചോ അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ഡീപ്പായിട്ടുള്ളൊരു കണക്ഷനിലേക്ക് പോവുകയാണോ, ഞാൻ ഒരുപാട് അറ്റാച്ച്ഡ് ആവുകയാണോ എന്നുള്ളൊരു ഭയം അവരുടെ ഉള്ളിലുണ്ട്. അത് പാടില്ല എന്നുള്ള ചിന്തയിൽ നിന്നാണ് അവർ ഇത്തരത്തിൽ പെട്ടെന്ന് തന്നെ ഒരു അവഗണന കൊണ്ടുവരുന്നതും മാറി നിൽക്കുന്നതും. ഇനി അടുത്ത സൈൻ നോക്കുകയാണെങ്കിൽ അകലം പാലിച്ചതിന് ശേഷം വീണ്ടും അവർ നിങ്ങളുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കും. ചിലപ്പോൾ പെട്ടെന്നൊരു ദിവസം നിങ്ങളെ അവഗണിച്ച് മാറിപ്പോയതായിരിക്കാം. എന്നിട്ട് അവർ തന്നെ വന്ന് നിങ്ങളുടെ അടുത്ത് ശ്രമിക്കും, നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളുമായിട്ട് വീണ്ടും കണക്റ്റഡ് ആവാനായിട്ട് എല്ലാവരും തന്നെ ശ്രമിക്കും. കാരണം നിങ്ങളുടെ അടുത്തുനിന്ന് മാറി നിൽക്കുമ്പോൾ അവർക്കത് താങ്ങാനാവില്ല. പക്ഷേ അവർ ആ പിൻവാങ്ങി പോയതിൻ്റെ റീസൺ അല്ലെങ്കിൽ നിങ്ങളെ അവഗണിച്ച് മാറി നിന്നതിൻ്റെ റീസൺ ഒരിക്കലും പറയാനോ അല്ലെങ്കിൽ അത്തരത്തിൽ ഇമോഷണലായിട്ട് നിങ്ങളുടെ അടുത്തൊന്ന് കണക്റ്റഡ് ആവാനോ ഒന്നും അവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അതൊന്നും വ്യക്തമാക്കാതെ വീണ്ടും അവർ തിരിച്ചു വന്ന് നിങ്ങളുടെ അടുത്ത് മിണ്ടാനായിട്ട് ശ്രമിക്കും, നിങ്ങളോട് കൂട്ടുകൂടാനായിട്ട് നിങ്ങളുടെ കൂടെ ആയിരിക്കാനായിട്ടും ശ്രമിക്കും. അവരുടെ ഉള്ളിലുള്ള ഒരു ഭയമാണ് ഇതിൻ്റെ എല്ലാം കാരണം. ഇത്തരം സാഹചര്യത്തിൽ നിങ്ങളുടെ പങ്കാളി എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കി അതിനനുസരിച്ച് നിൽക്കാനും പ്രവർത്തിക്കാനും നിങ്ങൾക്ക് സാധിക്കുകയാണെങ്കിൽ അവർക്കൊരു വിശ്വാസം നിങ്ങളിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇത്തരത്തിലൊരു സ്പേസ് കൊടുക്കുന്നതോടൊപ്പം അവർക്കും അവരുടെ ആ ഒരു ഭയത്തിനെ മറികടന്ന് നിങ്ങളോട് കുറച്ചുകൂടെ ഡീപ്പായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരുവാനും അതുപോലെ തന്നെ നിങ്ങളോട് കുറച്ചുകൂടെ അറ്റാച്ച്ഡ് ആവാനായിട്ടും അവരുടെ ആ ഭയം ഇല്ലാതാവാനായിട്ടും ഇത് സഹായിക്കും. ഇത്തരം ലക്ഷണങ്ങളെല്ലാം നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ റിലേഷൻഷിപ്പിൽ എന്തൊക്കെയോ അവർ ഭയപ്പെടുന്നുണ്ട് എന്നതുമാണ് സത്യം. ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ അതിന് വേണ്ട രീതിയിൽ കണ്ടറിഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്ത് അവരെ നമ്മുടെ കൂടെ നിർത്താനായിട്ട് നമുക്ക് ശ്രമിക്കാം. ശരിക്കും ഇത്തരത്തിൽ അവഗണിക്കുന്ന ഒരു പങ്കാളിയെ നമുക്ക് ഈ സിനിമയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൈങ്കിളി നോവലിലോ ഒന്നും കാണുന്ന ഒരു പ്രണയവുമായിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ സാധിക്കുകയില്ല. ഇവരുടെ പ്രണയവും ഇവരുടെ പ്രവൃത്തികളും ഇവരത് കാണിക്കുന്ന രീതിയും ഇവരത് പ്രകടിപ്പിക്കുന്ന രീതിയും എല്ലാം തികച്ചും വ്യത്യസ്തമായിരിക്കും. ഇവരിത്തരത്തിൽ കാണിക്കുന്ന കുറേ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും കൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വ്യക്തികളെ അവരുടെ പാർട്ട്നേഴ്സ് തീർച്ചയായിട്ടും തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതകൾ വളരെ അധികമാണ്. ശരിക്കും ഇത്തരത്തിൽ അവഗണിക്കുന്ന പാർട്ട്നേഴ്സിൻ്റെ ആ ഒരു സ്നേഹപ്രകടനവും അവരുടെ ആ ഒരു രീതികളും എല്ലാം നമ്മൾ മനസ്സിലാക്കിയെടുക്കുക എന്ന് പറയുന്നത് മറഞ്ഞിരിക്കുന്ന ഒരു ഭാഷ അല്ലെങ്കിൽ ലിപിയില്ലാത്തൊരു ഭാഷ നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നതിന് തുല്യമാണ്. പക്ഷെ വൺസ് നമ്മളതൊന്ന് മനസ്സിലാക്കിയെടുത്ത് കഴിഞ്ഞാൽ, അവരുടെ സ്നേഹപ്രകടനത്തിൻ്റെ രീതി നിങ്ങളൊന്ന് മനസ്സിലാക്കിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊരു വ്യക്തതയുണ്ടാകും. സോ നിങ്ങൾ പിന്നീട് ഒരിക്കലും അവരത് അവോയ്ഡ് ചെയ്യുന്നതാണ് അല്ലെങ്കിൽ അവരത് മനഃപൂർവ്വം ചെയ്യുന്നതാണെന്ന് ചിന്തിക്കാനുള്ള ഇട വരികയില്ല. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ വീഡിയോയിലെ മെയിൻ ടോപ്പിക്കിലേക്ക് പോകാം. അതായത് നിങ്ങളെ അവഗണിക്കുന്ന, നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്ന ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ കുറച്ച് സൈൻസ്, ലക്ഷണങ്ങൾ, അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് സൈൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ
അവരായിട്ട് തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ ആരംഭിക്കുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അവർ തന്നെയായിരിക്കും നിങ്ങളെ അവോയ്ഡ് ചെയ്തു പോയത് അല്ലെങ്കിൽ മാറ്റി നിർത്തിയിരിക്കുന്നത്. പക്ഷെ പെട്ടെന്നൊരു ദിവസം അവർ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. പക്ഷെ അവരങ്ങനെ സംസാരിച്ച് തുടങ്ങുമ്പോഴും അതൊരു നല്ല രീതിയിലുള്ള വെൽക്കമിംഗ് ഒന്നും ആയിരിക്കുകയില്ല. നിങ്ങളെ അങ്ങനെ തന്നെ അകറ്റി നിർത്തിക്കൊണ്ട് തന്നെയായിരിക്കും അവരതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നത്. ഞാൻ നിന്നെക്കുറിച്ച് അങ്ങനെ ഒരു കാര്യം അറിഞ്ഞു, അല്ലെങ്കിൽ നിന്നെക്കുറിച്ച് അവരങ്ങനെ പറഞ്ഞപ്പോൾ ഞാനത് ചിന്തിച്ചു, അതുകൊണ്ട് അത് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ സില്ലി റീസൺസ് ആയിരിക്കും. പക്ഷേ അതിലൂടെ അവർ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത് അവർ നമ്മളെക്കുറിച്ച് ചിന്തിച്ചു, അല്ലെങ്കിൽ അവർ നമ്മളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് എന്നുള്ള ചെറിയ ചെറിയ സൂചനകളാണ് അവരതിലൂടെ തരുന്നത്. ഇത്തരത്തിലെല്ലാം ഒരു വ്യക്തി ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെ അവഗണിക്കുമ്പോഴും അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നതാണ്. അടുത്ത സൈൻ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, നിങ്ങൾ തമ്മിൽ സ്ഥിരമായിട്ട് ഒരുമിച്ച് സമയം ചെലവഴിക്കാനുള്ള ഇടവരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ഇത്തരത്തിൽ ഒഴിവാക്കാൻ അല്ലെങ്കിൽ അവഗണിക്കാനായിട്ടെല്ലാം ആഗ്രഹിക്കുന്ന പാർട്ട്നേഴ്സ് അവരെപ്പോഴും കൂടുതലും ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നത്. അത്തരത്തിലുള്ള ഒരു വ്യക്തി നിങ്ങളുമായിട്ട് സമയം ചെലവഴിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കുന്നു എന്ന് കാണുകയാണെങ്കിൽ ആ വ്യക്തി തീർച്ചയായിട്ടും നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നതാണ്. അത്തരത്തിലൊരു വ്യക്തി നിരന്തരമായി നിങ്ങൾക്ക് വേണ്ടി സമയം നീക്കിവെക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ അത്രമേൽ ആഴത്തിൽ സ്നേഹിക്കുന്നു എന്നത് സത്യമാണ്. അത് അവരുടെ സ്നേഹത്തിന്റെ ശക്തമായ അടയാളമാണ്. ഇനി അടുത്ത സൈൻ എന്താണെന്ന് നോക്കാം. തുറന്നുള്ള സംസാരം. വളരെ ഓപ്പൺ ആയിട്ടുള്ള ഒരു തുറന്ന സംസാരം നിങ്ങൾക്ക് അവരിൽ നിന്ന് പ്രതീക്ഷിക്കാം. അത്തരത്തിലൊരു കാര്യം സംഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. വ്യക്തിപരമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യമോ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ നടന്ന എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസിഡൻറ്റോ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അവർ അത്തരത്തിൽ നിങ്ങളോട് തുറന്ന് സംസാരിക്കുകയാണെങ്കിൽ, നിങ്ങളെ അവഗണിക്കുന്ന ഒരു പങ്കാളി എന്ന രീതിയിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവരവരുടെ ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ഒരു ശ്രമം നടത്തുകയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതിനു വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണിത്. ഇത്തരത്തിലുള്ള അവരുടെ ആ ഒരു ഓപ്പൺ ആയിട്ടുള്ള സംസാരവും തുറന്നു പറച്ചിലും എല്ലാം നിങ്ങളുടെ കൂടെ അവർ വളരെ സുരക്ഷിതരാണ് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഒരുപക്ഷെ ഇത്തരം സാഹചര്യങ്ങളിൽ അവർ നിങ്ങളോട് പറയാൻ സാധ്യതയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ഈ കാര്യങ്ങളൊന്നും ഇതുവരെ ആരോട് ഷെയർ ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ നിന്നോട് ഇത് പറയണമെന്ന് എനിക്ക് തോന്നി, നിന്നോട് പറയാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ഇത്തരം വാക്കുകളെല്ലാം അവരുടെ ഉള്ളിൽ നിന്നും വരും. ഇനി അടുത്ത സൈൻ എന്താണെന്ന് നോക്കാം. അവരുടെ ജീവിതത്തിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തുന്നു. നിങ്ങളെ അവഗണിക്കുന്ന ഒരു വ്യക്തി അവരുടെ സുഹൃത്തുക്കളെയോ അല്ലെങ്കിൽ അവരുടെ വീട്ടിലുള്ളവരെയോ ഫാമിലി മെമ്പേഴ്സിനെ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയും അതുപോലെ തന്നെ അവർക്ക് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയെല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തി അവരുടെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥാനം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട് എന്നതിൻ്റെ സൂചനയാണിത്. അതുപോലെ തന്നെ നിങ്ങളെ അവർ ഒരുപാട് വിശ്വസിക്കുന്നു എന്നതും അവർ വ്യക്തമാക്കുകയാണ്. ഇനി അടുത്ത സൈൻ നോക്കുകയാണെങ്കിൽ, നിങ്ങളിൽ പലർക്കും ഇത്തരത്തിലുള്ള ഒരു സൈൻ അനുഭവിക്കാനുള്ള അവസരം ഉണ്ടായിട്ടുണ്ടാകും എന്നെനിക്ക് ഉറപ്പാണ്. പ്രവൃത്തികൾ. ഇത്തരത്തിൽ നിങ്ങളെ അവഗണിക്കുന്ന വ്യക്തികൾ അവരുടെ പ്രവൃത്തികൾ കൊണ്ട് ആ അവഗണനയെ മറികടന്ന് നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാക്കാൻ ശ്രമിക്കും. അതിനൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ വളരെ സിമ്പിളാണ്. ചിലപ്പോൾ നിങ്ങൾക്കൊരു ചോക്ലേറ്റ് വാങ്ങി തരുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കോഫി ഉണ്ടാക്കി തരുന്നതായിരിക്കാം. അത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ തങ്ങളുടെ പാർട്ട്ണറിന് ഇഷ്ടമുള്ള എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ ആയിരിക്കും അവർ ചിലപ്പോൾ അവരുടെ ആ ഒരു വലിയ ഇഷ്ടം നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരുപാട് സ്നേഹം നിറഞ്ഞ വാക്കുകളായിരിക്കും. പക്ഷെ ഇത്തരക്കാർ ഒരിക്കലും അത്തരത്തിൽ സ്നേഹം നിറഞ്ഞ വാക്കുകളിലൂടെ ഒന്നും പങ്കുവെക്കാനുള്ള സാധ്യതയില്ല. കാരണം അവർക്കത് അറിയില്ല. അതുകൊണ്ട് തന്നെ അവർ ഇത്തരം ചെറിയ ചെറിയ പ്രവൃത്തികളിലൂടെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി തരാനായിട്ട് ശ്രമിക്കും. അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. സ്നേഹവാക്കുകൾ ഒന്നും ഉപയോഗിക്കാതെ തന്നെ അവർക്ക് നിങ്ങളോടുള്ള സ്നേഹവും മതിപ്പും എല്ലാം വ്യക്തമാക്കാനായിട്ടാണ് അവർ ഇത്തരം പ്രവൃത്തികൾ ഉപയോഗിക്കുന്നത്. അടുത്ത സൈൻ എന്താണെന്ന് നോക്കാം. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. നിങ്ങളുടെ ബൗണ്ടറീസിനെല്ലാം അവർ ബഹുമാനിക്കുന്നുണ്ടാവും. അവർക്ക് എല്ലാത്തിനും അതിരുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ അതിരുകളെ അവർ ബഹുമാനിക്കുന്നുണ്ടായിരിക്കും. നിങ്ങൾക്കൊരു ഇടം അവർ നൽകുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ അവർ ബഹുമാനിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ സ്നേഹം എന്ന് പറയുന്നത് ഒരു കടന്നുകയറ്റമല്ല എന്ന് വിശ്വസിക്കുന്നവരായിരിക്കും ഇത്തരക്കാർ. ഇത്തരത്തിലൊരു കടന്നുകയറ്റം ഇല്ലാതെ സ്നേഹം പ്രകടിപ്പിക്കണം എന്നതായിരിക്കും ഇവരുടെ ഒരു വിശ്വാസം. ഒരുപക്ഷെ നിങ്ങൾ അവർ മെസ്സേജ് അയക്കണമെന്ന് കരുതുന്ന സമയത്ത് നിങ്ങൾ ഒരുപാട് സങ്കടത്തിലായിരിക്കുന്ന ഒരു സമയത്ത് അത് അവർക്കും അറിയായിരിക്കും. പക്ഷെ അത്തരം സാഹചര്യങ്ങളിൽ ചിലപ്പോൾ അവർ നിങ്ങളോട് ഒന്നും സംസാരിക്കാനുള്ള സാധ്യതയില്ല. അത് നമ്മൾ ചില സാഹചര്യങ്ങളിലെങ്കിലും അവർ നമ്മൾ അവഗണിക്കുന്നതാണ് എന്ന് തെറ്റിദ്ധരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇത്തരത്തിൽ അവഗണിക്കുന്ന പാർട്ട്ണർ ആണെങ്കിലും അവർ ഇത്തരം സാഹചര്യങ്ങളിൽ ഒന്നും പറയാതെ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ
അവർ ചിന്തിക്കുന്നത് ഒരുപക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ തനിച്ച് കുറച്ച് സമയം ആവശ്യമാണ്, അവർ കുറച്ച് സമയം എടുക്കട്ടെ, ആലോചിക്കട്ടെ, അതിനെക്കുറിച്ച് അവർക്കിപ്പോൾ എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ അവർ സ്വയം അത് ഒന്ന് കരഞ്ഞു തീർക്കട്ടെ, അങ്ങനെയൊക്കെ ആയിരിക്കാം അവർ ചിന്തിക്കുന്നത്. അത്തരത്തിൽ മാറി നിൽക്കുന്ന പാർട്ട്ണറും ഉണ്ട്. ഇത്തരത്തിൽ മാറി നിൽക്കുമ്പോൾ നിങ്ങളുടെ ഈ ഒരു ബൗണ്ടറീസിനെ ബഹുമാനിക്കുമ്പോൾ അവർ നിങ്ങളുടെ സുഖത്തിലും ക്ഷേമത്തിലും എല്ലാം ശ്രദ്ധാലുവാണ് എന്നതാണ് വ്യക്തമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സൈൻ എന്താണെന്ന് നോക്കാം. വൈകാരികമായിട്ടുള്ള ഒരു പിന്തുണയേക്കാളും പ്രായോഗികമായിട്ടുള്ള സഹായത്തിനായിരിക്കും ഇവർ മുൻതൂക്കം കൊടുക്കുന്നത്. ഇതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ചിലപ്പോൾ നിങ്ങൾ വളരെ ഡൗൺ ആയിട്ടിരിക്കുന്ന ഒരു ടൈമിൽ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് വീണ് നിങ്ങളുടെ ലാപ്ടോപ്പ് തകർന്നു പോയിട്ടുണ്ടാകാം. അതിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യേണ്ട റിലേറ്റഡ് ആയിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കാം. പക്ഷെ ആ സമയത്ത് ആ വ്യക്തി വന്ന് നിങ്ങളുടെ അടുത്ത് വന്ന് ഒന്ന് ഇരുന്ന് സംസാരിച്ച് സാരമില്ല എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറയണം എന്നായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇത്തരക്കാർ ആ സമയത്ത് ചിലപ്പോൾ അത് വന്ന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ള യാതൊരു സാധ്യതയില്ല. കാരണം അതിന് പകരം അവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് അത് നിങ്ങൾക്ക് ശരിയാക്കി തരിക എന്നുള്ളതാണ്. അവരൊരുപക്ഷെ അത് ശരിയാക്കി കൊണ്ടുവന്ന് നിങ്ങളുടെ കയ്യിൽ തരിക മാത്രമായിരിക്കും ചെയ്യുന്നത്. അപ്പോഴും അവരൊന്നും പറയാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഇവര് ഇത്തരത്തിൽ ഇമോഷണലി നിങ്ങളെ പിന്തുണയ്ക്കുന്നതിന് പകരം അത് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രവൃത്തിയിലൂടെ ചെയ്തു തരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് എന്നത്. അത് നിങ്ങളെ ഏതെങ്കിലും ഒരു രീതിയിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തിയിലൂടെ സഹായിച്ചുകൊണ്ടായിരിക്കും അവർ ആ സ്നേഹം പ്രകടിപ്പിക്കുന്നത്. ഇനി അടുത്ത സൈൻ നോക്കാം. നിങ്ങളുമായിട്ട് വളരെ അടുത്തതിന് ശേഷം അവർ ഒരകലം സൃഷ്ടിക്കുന്നു. ശരിക്കും ഇത് നിങ്ങളോടുള്ള സ്നേഹത്തിൽ നിന്ന് അവർ പിൻവാങ്ങുന്നതല്ല. അവർ നിങ്ങളുടെ അടുത്തുനിന്ന് ഒരു ചെറിയ ബ്രേക്ക് എടുക്കുന്നത് പോലെ അവരൊന്ന് മാറി നിൽക്കുന്നതാണ്. ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങളുമായിട്ടുള്ള അടുപ്പം ഒന്ന് പ്രോസസ്സ് ചെയ്യാനുള്ള ഒരു ടൈം ആയിരിക്കും അവരിതിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. ഇമോഷണലി കുറച്ചുകൂടി ഒന്ന് ഊർജം പകരാനായിട്ടുള്ള ഒരു രീതിയാണ്. അത് അവഗണിക്കുന്ന പാർട്ട്നേഴ്സിന്റെ ഇടയിൽ കണ്ടുവരുന്ന ഒരു രീതിയാണിത്. അതായത് സ്വമേധയാ സ്വയം തനിക്ക് തന്നെ ഒന്ന് റീചാർജ് ചെയ്ത് തിരിച്ചു വരാനുള്ള ഒരു ചെറിയ ടെക്നിക്ക്. പക്ഷെ കൂടുതലും ബന്ധങ്ങളും തകരുന്നത് ഈ ഒരു കാര്യത്തിലായിരിക്കും. ഇത്തരത്തിൽ ഒരാൾ പെട്ടെന്ന് നമ്മളോട് സംസാരിക്കാതിരിക്കുകയും അകലം പാലിക്കുകയും ചെയ്യുമ്പോൾ നോർമലായിട്ടും ഏതൊരു വ്യക്തിയും അതിൽ സങ്കടപ്പെടും. ചിലപ്പോൾ അവർ ഫൈറ്റ് ചെയ്യും. അതുപോലെ തന്നെ അവരുടെ പിന്നാലെ ചെന്ന് ഇറിറ്റേറ്റ് ചെയ്യും, അതിന്റെ കാരണങ്ങൾ പറയും. അതുപോലെ തന്നെ നമ്മൾ പല പല രീതിയിൽ ചിന്തിച്ച് ഓവർ തിങ്ക് ചെയ്ത് പല റീസണുകളും ഉണ്ടാക്കി ഇതൊരു വലിയ സംഘർഷത്തിലേക്കും അതുപോലെ തന്നെ ആ ബന്ധം പിരിയാനുള്ള സാധ്യത വരെയുണ്ട്. നോർമലായിട്ടുണ്ടാകുന്ന സ്നേഹപ്രകടനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് തീർത്തും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതൊക്കെ തന്നെയാണെങ്കിലും ശരിക്കും ഇത്തരത്തിൽ അവഗണിക്കുന്ന ഒരു പാർട്ട്ണർ ആണ് നിങ്ങളുടെ പാർട്ട്ണറെങ്കിൽ ആ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് കരുതിയിട്ടായിരിക്കും ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു രീതിയിൽ അവർ ഹേർട്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷെ അവിടെ നിന്നത് കൂടുതൽ പ്രശ്നമാക്കണ്ട എന്ന് കരുതിയിട്ടും അവർ മൗനമായിട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. എന്തു തന്നെ ആയാലും അവരുടെ ആ ഒരു കംഫർട്ട് സോണിൽ നിന്നുകൊണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് അവർ ഇത്തരത്തിലൊരു ബ്രേക്ക് എടുക്കാനും ചിലപ്പോൾ അകലം കാണിക്കാനും ശ്രമിക്കുന്നത്. ഈ പറയുന്ന അടയാളങ്ങളെല്ലാം മനസ്സിലാക്കാനും അതിനെ ആഴത്തിൽ അറിയാനും സാധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബന്ധം കൂടുതൽ ആഴത്തിലേക്ക് ആവാനുള്ള സാധ്യതകൾ ഏറെയാണ്. ഇത്തരത്തിൽ അവഗണിക്കുന്ന ഒരു വ്യക്തി കാണിക്കുന്ന ഈ അടയാളങ്ങളൊക്കെ മനസ്സിലാക്കാനും അത് തിരിച്ചറിഞ്ഞ് പങ്കാളിയെ കൂടെ നിർത്തി മുന്നോട്ട് പോകുവാനും നിങ്ങളുടെ ബന്ധം കൂടുതൽ ആഴത്തിലുള്ളതായി മാറും. ഇത്തരത്തിൽ നിങ്ങളെ അവഗണിക്കുന്ന ഒരു പാർട്ട്ണർ ആണ് നിങ്ങളുടെ കൂടെ ഉള്ളതെങ്കിൽ അവരോട് ഒരിക്കലും പറയാൻ പാടില്ലാത്തൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ വാക്കുകൾ കൊണ്ട് അവരെ ഒരിക്കലും വേദനിപ്പിക്കരുത്. അവരെ അല്ലെങ്കിൽ അത്തരത്തിൽ രീതിയിൽ ഒരു പ്രതിരോധത്തിലാക്കാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് നിങ്ങൾ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു, ഇങ്ങനെ പറയില്ലായിരുന്നു, ഇത്തരത്തിൽ എൻ്റെ അടുത്ത് മൗനം പാലിച്ച് നിൽക്കില്ലായിരുന്നു, അങ്ങനെയുള്ള വാക്കുകളും അത്തരത്തിലുള്ള പറച്ചിലുകളെല്ലാം നമുക്ക് മാക്സിമം ഒഴിവാക്കാനായിട്ട് ശ്രമിക്കാം. കാരണം ഇത്തരത്തിൽ അവഗണിക്കാനായിട്ട് ടെൻഡൻസി ഉള്ള പാർട്ട്നേഴ്സ് അവർ തന്നെ ഒരു ആശയക്കുഴപ്പത്തിലായിരിക്കും. അവരുടെ ഉള്ളിൽ ഒരു ഭയം ഉണ്ടായിരിക്കും. അതിനെയെല്ലാം ഓവർകം ചെയ്തായിരിക്കും അവർ ഈ റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് നിൽക്കുന്നത്. അപ്പോൾ അവരൊരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലായിരിക്കും. നിങ്ങൾ ഇത്തരത്തിലെല്ലാം അവരോട് പറയുമ്പോൾ തന്നെ അവർക്കത് വളരെ വലിയൊരു രീതിയിൽ ഹേർട്ട് ആവുകയും അവരതിനെ പ്രതിരോധിക്കാനായിട്ട് കൂടുതൽ നിങ്ങളെ അവഗണിക്കാനുള്ള സാധ്യതകളും ഏറെയാണ്. ഇതിനെല്ലാം പകരം നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ അവഗണിക്കുന്നുണ്ടെന്ന് തോന്നുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് അവരോട് പറയാം, എനിക്കെന്തോ ഞാനിവിടെ വെറുതെ ഇരിക്കുകയാണ്, എനിക്കെന്തോ വല്ലാതെ ഒറ്റപ്പെട്ടൊരു ഫീൽ തോന്നുന്നു, അല്ലെങ്കിൽ എനിക്ക് ആരോടെങ്കിലും സംസാരിക്കാൻ തോന്നുന്നുണ്ട്, നീ ഇപ്പോൾ ഫ്രീ ആണോ, നമുക്കൊന്ന് സംസാരിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ ഞാൻ അന്ന് ഒറ്റയ്ക്കായിരുന്ന ഒരു സമയത്ത് നീ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, നീ അങ്ങനെ ഒരു കാര്യം എനിക്ക് ചെയ്തു തന്നുകൊണ്ട്, അല്ലെങ്കിൽ നീ അന്ന് എൻ്റെ കൂടെ നിന്നതുകൊണ്ട്, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് നമുക്ക് അവരെയൊക്കെ ഈ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ നന്ദി പറയാനും അല്ലെങ്കിൽ അവർ ചെയ്തു തന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ അവരൊന്ന് ഓർമ്മിപ്പിക്കാനും എല്ലാം ശ്രമിക്കാം. ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ശരിക്കും നിങ്ങൾ അവരോട് ആവശ്യപ്പെടുകയല്ല, പക്ഷേ നിങ്ങൾ ആവശ്യപ്പെടുന്ന കാര്യം അവർക്ക് വ്യക്തമാവുകയും ചെയ്യും.
ഒരുപക്ഷെ നിങ്ങളത് ചോദിക്കുമ്പോൾ ഇത്തരത്തിൽ അവഗണിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഒരു ടെൻഡൻസി ഉള്ള പാർട്ട്ണറിന് അത് ചെയ്തു തരാൻ എന്തെങ്കിലും ഒരു രീതിയിൽ ഒരു മടി തോന്നും. ആ ചോദിക്കുന്ന സമയത്ത് തന്നെ അത് ചെയ്തു തരുന്നത് അവർക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഫീൽ ചെയ്യുക. സോ അതുകൊണ്ട് തന്നെ നിങ്ങളത് ചോദിക്കാതിരിക്കുകയാണെങ്കിൽ, അവരായിട്ട് ചെയ്തു തരികയാണെങ്കിൽ അത് അവർക്കൊരു പ്രോബ്ലമേ അല്ല. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം. ഇത്തരം ഒരു രീതിയിൽ നിങ്ങൾ അവരെ അപ്രോച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ അവരെ ഒരിക്കലും ഫോഴ്സ് ചെയ്യുകയില്ല, പക്ഷെ നിങ്ങൾ ഏത് സാഹചര്യത്തിലാണ് എന്നുള്ളത് അവരോട് പറയുകയും ചെയ്യുന്നുണ്ട്. സോ അത് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു സപ്പോർട്ട് നൽകാനും, അല്ലെങ്കിൽ ആയിരിക്കുന്ന സിറ്റുവേഷനിൽ നിന്നും ചിലപ്പോൾ 1 ദിവസമോ 2 ദിവസമോ എടുത്തേക്കാം, എങ്കിലും അവർക്ക് അതിൽ നിന്നും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാനായിട്ടും സാധിക്കും. ശരിക്കും ഇത്തരത്തിൽ അവഗണിക്കുന്ന ഒരു പാർട്ട്ണറിനെ മനസ്സിലാക്കിയെടുക്കാനായിട്ട് അവരുടെ ആ ഒരു അറ്റാച്ച്മെന്റ് ശൈലിയും അതുപോലെ തന്നെ അവരുടെ ആ ഒരു സ്നേഹപ്രകടനവും എല്ലാം മനസ്സിലാക്കിയെടുക്കാനായിട്ട് വളരെ കഷ്ടത നിറഞ്ഞൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് സ്നേഹവും ഒരുപാട് ക്ഷമയും ആവശ്യമാണ്. ഇത്തരത്തിലുള്ള വ്യക്തികളുമായിട്ട് നല്ല രീതിയിലുള്ള ഒരു അടുപ്പം, ഒരു ബന്ധം, അതിനൊരു അടിത്തറ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ പരസ്പരമുള്ള ഒരു ബഹുമാനവും കമ്മ്യൂണിക്കേഷനും മനസ്സിലാക്കലും എല്ലാം വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ക്ഷമയും വിവേകവും ഉള്ള ഒരാളാണെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങളുടെ പങ്കാളിയും അതിന് വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതിലെ സങ്കീർണതകളെല്ലാം മറികടന്ന് നിങ്ങളുടെ ബന്ധം കൂടുതൽ ആഴത്തിലുള്ളതാക്കി മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇല്ല, അതിന് വേണ്ടിയിട്ട് ഇത്തരത്തിൽ അവഗണിക്കുന്ന ഒരു വ്യക്തി തയ്യാറാവുന്നില്ല, നിങ്ങളുടെ മാക്സിമം നിങ്ങൾ ശ്രമിച്ചിട്ടും അവർ തയ്യാറാകുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൽ നിന്നും നിങ്ങൾ ഒഴിവായി പോവുക തന്നെയാണ് എന്തുകൊണ്ടും നല്ലത്. നിങ്ങൾ മാക്സിമം ശ്രമിച്ചിട്ടും നിങ്ങളിലേക്ക് തിരിച്ചു വരാത്ത ഒരു വ്യക്തിയെ തീർച്ചയായിട്ടും അവരുടെ ഒരു രീതിയിൽ വിട്ടയക്കുക തന്നെയാണ് ചെയ്യേണ്ടത്. സ്നേഹത്തോടെയുള്ള ഈ വിട്ടയക്കൽ സ്നേഹത്തിന്റെ മറ്റൊരു മുഖം തന്നെയാണ്. അവരുടെ സ്നേഹവും അതുപോലെ തന്നെ അവരുടെ ആവശ്യവും നിങ്ങൾ ബഹുമാനിക്കുന്നു, അവരെ നിങ്ങൾ മനസ്സിലാക്കുന്നു എന്നതിന്റെ അടയാളമാണിത്. ഒരുപക്ഷെ നിങ്ങൾ രണ്ടുപേരും 2 ധ്രുവങ്ങളിലായിരിക്കാം, 2 പാതകളിലൂടെ സഞ്ചരിക്കുന്നവരായിരിക്കാം, തീർത്തും വ്യത്യസ്തരായിരിക്കാം. പക്ഷെ അതൊന്നും നിങ്ങൾ തമ്മിൽ വേർപിരിയുന്നതിനൊരു കാരണമല്ല. നിങ്ങൾ രണ്ടുപേരും തീർത്തും 2 പേരായിരിക്കുമ്പോൾ, 2 രീതിയിലായിരിക്കുമ്പോൾ തന്നെയാണ് ഈ സ്നേഹം നിങ്ങളെ യോജിപ്പിച്ചത്. നിങ്ങളെ യോജിപ്പിച്ച ആ സ്നേഹം അതൊന്നു തന്നെയാണ്.